ഹലോ, ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. പ്രണയം എന്നത് വളരെ മനോഹരമായിട്ടുള്ള വികാരമാണ്. അതെല്ലാവർക്കും ഇഷ്ടമാണ്, പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും. അപ്പോൾ ഈ പ്രണയിക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി അടുത്ത് ഇടപഴകി കഴിയുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് നിങ്ങളോട് പ്രണയമാണോ അല്ലെങ്കിൽ സൗഹൃദമാണോ എന്ന് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. ചിലപ്പോൾ ഭയങ്കര നല്ല ക്ലോസ് ആയിട്ട് പെരുമാറുന്ന പെൺകുട്ടികളുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കും അവൾക്ക് എന്നോട് പ്രണയമായിട്ടാണ് എങ്ങനെ ബിഹേവ് ചെയ്യുക. പക്ഷേ ചിലപ്പോൾ സൗഹൃദമായിരിക്കാം, ചിലപ്പോൾ സൗഹൃദമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇപ്പോൾ പ്രണയമാകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ പെൺകുട്ടികളുടെ മനസ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളോടുള്ള ഒരു പെൺകുട്ടിയുടെ പ്രണയം ആത്മാർത്ഥമായിട്ടാണോ അല്ലെങ്കിൽ സൗഹൃദമാണോ അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഒരു പെൺകുട്ടി ഓർത്തിരിക്കുന്നു അല്ലെങ്കിൽ അവരത് വളരെ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നുവെങ്കിൽ ഉറപ്പിക്കാം അത് നിങ്ങളോടുള്ള പ്രണയം തന്നെയാണ്. ഒരിക്കലും ഒരു സുഹൃബന്ധത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ ഒരിക്കലും എന്താ പറയുക, അങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാമായിരിക്കാം, എന്നാൽ പോലും അതിലപ്പുറമായിരിക്കും ഈ പ്രണയബന്ധത്തിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിലാക്കാനും അത് മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ മീൻസ് നല്ല കാര്യങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും അവർ ശ്രദ്ധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിലേഷനാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ് ഒരു പ്രണയബന്ധം തന്നെയാണ് എന്ന്. ഉള്ളൊരു പെൺകുട്ടിയാണ് എങ്കിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ ആണെങ്കിൽ പോലും അവർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് എപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. അത് വാട്സപ്പിലാണ് മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് അതിനെ റിപ്ലൈ തരിക. അതുപോലെ തന്നെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ കണ്ട നിമിഷത്തിൽ തന്നെ നിങ്ങളെ തിരിച്ച് കോൾ ബാക്ക് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ഇത് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പോലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ളൊരു ധാരണയിൽ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ വയ്ക്കുന്നു. പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ചേട്ടനെങ്കിൽ ചിലരെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു മെസ്സേജൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടിട്ട് പോലും ചിലപ്പോൾ നമുക്കത് റിപ്ലൈ തരാതിരിക്കുക അങ്ങനെയൊക്കെ. അതൊന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവരുടെ ഒരു ചിന്ത നമ്മളെപ്പോൾ വിളിച്ചാലും അവർക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് തിരക്കുകളില്ലാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നിട്ടൊന്നും അല്ല അങ്ങനെ. നിങ്ങൾ അവർക്ക് അത്രമാത്രം നിങ്ങളുടെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവരാണ് എന്നതുകൊണ്ടാണ് എപ്പോൾ നിങ്ങൾ വിളിച്ചാലും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ അവർക്ക് താല്പര്യം. അതുപോലെ നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കും ഫ്ലേർട്ട് കാണിക്കുന്നത്. എപ്പോഴും അവർ ഫ്ലേർട്ടായിട്ട് പെരുമാറുന്നത് എപ്പോഴും നിങ്ങളുടെ അടുത്ത് മാത്രമേ, വേറെ ആരുടെ അടുത്ത് അവർ അങ്ങനെ ബിഹേവ് ചെയ്ത് നിങ്ങളോട് കൂടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ നിങ്ങളോട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മാത്രമാണ് താല്പര്യം കാണിക്കുകയുള്ളൂ. പെൺകുട്ടി അവരുടെ സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഫാമിലിയിലൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവരത് വാതോരാതെ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടത്തിൻ്റെ ഇത് മാത്രമാണ്. നിങ്ങളെക്കുറിച്ച് അഭിമാനപൂർവ്വമായിരിക്കും അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർ മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല. അവർ ഒരു കാര്യവും തന്നെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനായിട്ട് അവർ മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടും. ഇതും തികച്ചും നിങ്ങളോടുള്ള പ്രണയത്തിൻ്റെ മാത്രം ഒരു സൂചനയാണ്. യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളോട് അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് അവൾ ആഗ്രഹിക്കുക. അതുപോലെ നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം പോലും അവളുടെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ അടുത്ത് മറച്ചു വയ്ക്കാതെ എല്ലാം തുറന്നു പറയാനായിട്ട് അവൾ ശ്രമിച്ചിരിക്കും. അപ്പോൾ അവളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സങ്കടങ്ങളായിക്കോട്ടെ ബുദ്ധിമുട്ടുകൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് എങ്കിൽ അതാവട്ടെ അല്ലെങ്കിൽ അവളുടെ കരിയറിനെ കുറിച്ചാവട്ടെ അവളുടെ ലക്ഷ്യബോധം, അവളൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു ബന്ധത്തിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറച്ചിട്ടില്ല. ഒരു കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടുള്ളതാവരുത് ഒരിക്കലും ഒരു റിലേഷനും മുന്നോട്ട് കൊണ്ടുപോകേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കാതെ ഷെയർ ചെയ്യുന്നത് നിങ്ങളോടുള്ള ഇഷ്ടമുള്ള ഒരു വ്യക്തി മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്.
ഇഷ്ടപ്പെടുന്ന കുട്ടി എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ മനസ്സിപ്പോൾ ഏതെങ്കിലും തരത്തിൽ കാരണങ്ങൾ കൊണ്ട് വിഷമിച്ചിരിക്കൽ വേദനിക്കുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ ആ കുട്ടിക്കും ഉണ്ടാവും അതിൻ്റെ വിഷമം അല്ലെങ്കിൽ സങ്കടം. നിങ്ങളുടെ എന്താ പറയുക എപ്പോഴും നിങ്ങളുടെ സെക്യൂരിറ്റി ഇപ്പോൾ എന്ത് കാര്യത്തിൽ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവർക്ക് ഭയങ്കര ടെൻഷൻ അല്ലെങ്കിൽ ആശങ്കയ്ക്കുണ്ട്. നിങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അവരും അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ തുല്യ ദുഃഖിതരായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ലക്ഷണമാണ്. നമ്മളോട് ഒരു സ്നേഹമൊന്നും ഇല്ലാത്തൊരു വ്യക്തി ആണെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ഒരിക്കലും ആകുലപ്പെടുകയോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുകയോ നമ്മുടെ വിഷമത്തിൽ പങ്കുചേരുകയോ അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിലും വിഷമത്തിലും ഒരുപോലെ പങ്കുചേരുകയോ ഒന്നും ചെയ്യില്ല. അതിപ്പോൾ നമുക്ക് എന്ത് ഇതാണെങ്കിൽ പോലും നമ്മളുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ അപ്പോൾ സുഹൃദ്ബന്ധത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കവിതാക്കളുടെ ഇടയിലാണെങ്കിലും വേണ്ട ഒരു കാര്യമാണ് അവരുടെ ദുഃഖത്തിലും സുഖത്തിലും ഒരുപോലെ പങ്കെടുക്കുക. അല്ലെങ്കിൽ സുഖത്തിൽ മാത്രമായിരിക്കരുത് ഒരിക്കലും അവരുടെ കൂടെ നിൽക്കേണ്ടത്, ദുഃഖത്തിലും എപ്പോഴും പങ്കുചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അപ്പോൾ തൻ്റെ ലവറിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ആകുലപ്പെടുകയും അതുപോലെ തന്നെ അവരുടെ ക്ഷേമത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ സങ്കടത്തിലൊക്കെ പങ്കുചേരുകയും ചെയ്യുന്നത് എപ്പോഴും ആത്മാർത്ഥ പ്രണയത്തിലുള്ളവർ തന്നെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ഒരിക്കലും നിങ്ങളെ അവഗണിക്കാതെ അവളെപ്പോഴും നിങ്ങളെ പ്രയോറിറ്റിയിൽ നിർത്തുന്നത് നിങ്ങളുടെ കാര്യമായിരിക്കും. ഒരിക്കലും അവർ നിങ്ങളെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നിങ്ങളുടെ വിജയത്തിലൊക്കെ അവരെ വളരെയധികം സന്തോഷിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളിലൊപ്പം പങ്കുചേരുകയൊക്കെ ചെയ്യും. ഒരിക്കലും നിങ്ങളെ ഒരു അവോയ്ഡ് ചെയ്യുന്നു, ഒരു തരത്തിൽ അവോയ്ഡ് ചെയ്യില്ല. ഇപ്പോഴും അവർ നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനും നിങ്ങളോട് സംസാരിക്കാനും എല്ലാം അവർ സമയങ്ങൾ അതിനായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രയോറിറ്റി നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി കാണിക്കുന്ന കുറച്ച് രീതികളാണ്. ഇതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടാവാം കുറച്ച് നല്ല എന്താ പറയുക ഒരു മോശം സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ മോശം സിറ്റുവേഷനിൽ നമ്മളെ ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക തിരിഞ്ഞു നോക്കുകയോ ചെയ്യാതിരിക്കുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു നല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഒരു നല്ല ലവറോ ആയിരിക്കില്ല. അതിപ്പോൾ നമ്മളെന്തൊക്കെ പറഞ്ഞാൽ പോലും ഒരിക്കലും നമ്മളെ ആപത്ഘട്ടങ്ങളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരായിരിക്കും എപ്പോഴും നല്ല വ്യക്തികളെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിയുമ്പോൾ നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നവരെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് എന്ത് തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങളിൽ നിങ്ങളിലേക്ക് ഉപദേശിച്ച് തരികയോ അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗം കണ്ടെത്തിയാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഒരു പെൺകുട്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക നല്ല വിജയമായിട്ട് അല്ലെങ്കിൽ പരാജയം എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരൊരു കരിയറിലേക്ക് ഒരു ലക്ഷ്യത്തിൽ എന്ത് കാര്യത്തിനും നിങ്ങളുടെ ഉപദേശത്തിനായിരിക്കും അവരാദ്യം മുൻഗണന നൽകുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം എന്താ പറയുക ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഒപ്പീനിയനായിരിക്കും അവരെപ്പോഴും എന്താ പറയുക പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കായിരിക്കും അവരെപ്പോഴും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും ഒരു സൗഹൃദമല്ല, എപ്പോഴും അതൊരു പ്രണയം തന്നെയാണ്, നിങ്ങളോടുള്ളൊരു ആത്മാർത്ഥ പ്രണയം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.